വ്യൂസ് ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് 76 പോയിന്റ് ഡൗണിലേക്ക് കാണുന്നത്. 24,658 ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ സമയം 12:30 ആയി. സോ ദാറ്റ് മീൻസ് ഇന്ന് ആസ് വി എക്സ്പെക്റ്റഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഫ്രൈഡേ ആണ്. സോ ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ റീസൺ. ആൻഡ് ഇന്നലെ 2 ദിവസമായിട്ട് നിഫ്റ്റി നല്ല മൂവ് ചെയ്തിരുന്നു. സോ ഐ തിങ്ക് നിഫ്റ്റി ഒരു 24,500 അങ്ങനെ ഹോൾഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 24,500 ആണ് ഞാൻ കാണുന്നത് അതിൻ്റെ ബോട്ടം ലെവൽ. ആൻഡ് ടോപ്പ് ഐ എം സീയിങ് 25,000 വരെ അതിൻ്റെ കാണുന്നു. സോ ജസ്റ്റ് 500 പോയിന്റ് ഗ്യാപ്പിൽ ഐ മീൻ ദാറ്റ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ US ഇന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. US പ്രസിഡന്റ് ഇപ്പം ഒരുവിധം എല്ലാ മീറ്റിങ്സും ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഈ വെൻ ദേ കോൾ സെലൻസ്കി വൈറ്റ് ഹൗസിൽ വിളിക്കുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും അത് ലൈവായിട്ട് കാണുന്നത് അയാൾ എന്താ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടു പ്രസിഡന്റ് ട്രംപ് വാസ് ടോക്കിംഗ് ടു ഓൾ ദി ടെക് ഹെഡ്സ് ലൈക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ആയാലും ശരി, റാക്കിളുടെ ആയാലും ശരി, ആപ്പിളുടെ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഡയറക്ട്ലി ആസ്ക് ഹൗ മച്ച് യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ അമേരിക്ക. ആൻഡ് പല ആളും പറയുന്നത് ഐ ക്യാൻ ഇൻവെസ്റ്റ് 300 ബില്യൺ ഇൻ അമേരിക്ക. ഇപ്പോൾ ആപ്പിളിൻ്റെ ടിം കുക്ക് പറയുന്നത് ഞങ്ങൾ ഇത്ര ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ഇത്ര ബില്യൺ ഇൻവെസ്റ്റഡ്. സോ ദേ ആർ ഗിവിംഗ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ഈസ് ടേക്കിംഗ് കമ്മിറ്റ് ഫ്രം ദി ടെക് giants. So he is doing something good, which is for the companies based in America. So അതുപോലെ ഞാനൊക്കെ നമ്മുടെ ഈ പ്രൈം മിനിസ്റ്ററും അല്ലെങ്കിൽ പീയൂഷ് ഗോയലൊക്കെ പല മീറ്റിങ്ങും ചെയ്യുന്നുണ്ട്. പക്ഷേ വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്ലോസ് ഡോർസ് ആൻഡ് നോ ബഡി നോസ് ഹൗ മച്ച് കോൺട്രാക്ട് ദേ സൈൻഡ്. ഇപ്പോൾ നമ്മുടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചൈനയിൽ പോയി. സോ അവിടെ എത്ര കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര കമ്പനി, വാട്ട് ഈസ് ദ റിയൽ എമൗണ്ട് ദേ ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ? എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അതുപോലെ നമ്മളെ കേരള ചീഫ് മിനിസ്റ്ററും പണ്ട് ഗൾഫിലും അമേരിക്കയിലൊക്കെ കുറേ ഒരു ടൂർ ചെയ്തിരുന്നു, അവരും അയാളുടെ ഫാമിലിയും എല്ലാം. സോ അത് കേരള ചീഫ് മിനിസ്റ്റർ കേരളത്തിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നമ്പേഴ്സ് കൊണ്ടുവന്നു, ഏതൊക്കെ കമ്പനീസ് വന്നു, ഏതൊക്കെ കമ്പനീസ് സംസാരിച്ചു, ഇതൊന്നും ഇന്ത്യയിലൊന്നും ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇവർ വന്നിട്ട് ഡിഫറെൻ്റ് അവരുടെ മീഡിയ, അവരുടെ ചാനൽ കുറേ അവരെ കുറിച്ച് പ്രൊപ്പഗൻഡ ചെയ്യാതല്ലാണ്ട് നത്തിങ് ഗ്രൗണ്ടായിട്ട് എന്താ റിയാലിറ്റിയിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ആ ഒരു ഡിഫറൻസാണ് ഞാനിപ്പോൾ ഈ ട്രംപും മറ്റുള്ള ഈ ലീഡേഴ്സ് തമ്മിൽ കാണുന്നത്. സോ ഈ ഈസ് വെരി ഓപ്പൺ. എവറിത്തിങ് ഹാപ്പനിങ് ഇൻ വൈറ്റ് ഹൗസ് ഓപ്പൺലി അയാൾ പറയുന്നത്. അത് നമ്മൾ ഓപ്പൺലി കാണുന്നത്, ലൈവായിട്ട് കാണിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ അമേരിക്കൻ കമ്പനീസാണ് ലോകത്തിൽ പ്രോസ്പെറിറ്റി കൊണ്ടുവന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് സ്റ്റീവ് ജോബ് ആയാലും ശരി, അല്ലെങ്കിൽ ഗേറ്റ്സ് ആയാലും ശരി, അല്ലെങ്കിൽ പിന്നെ ഈ ലാരി പേജ് ആയാലും ശരി, ഇവരൊക്കെ ലോകത്തിൽ ലോട്ട് ഓഫ് പ്രോസ്പെറിറ്റി കൊണ്ടുവന്ന ആൾക്കാരാണ്. യു ലുക്ക് അറ്റ് മൈക്രോസോഫ്റ്റ് പോലത്തെ ഒരു കമ്പനി എത്ര ജോബ്സ് ക്രിയേറ്റ് ചെയ്തു, എത്ര ഓഫീസ് അവരുടെ സോഫ്റ്റ്വെയർസ് എത്ര ജോബ്സ് ക്രിയേറ്റ് ചെയ്തു, ലോകത്തിൽ എത്ര പ്രോസ്പെറിറ്റി കൊണ്ടുവന്നു. ആൻഡ് ദേ ഇറാഡിക്കേറ്റ് സോ മെനി പോവർട്ടി എലിവേഷന് വളരെ ഹെൽപ്പ് ചെയ്ത കമ്പനീസ് ആയിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ ഉള്ള കമ്പനീസ് വളരെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സേ ഉള്ളൂ ശരിക്കും പറയാൻ വെച്ചാൽ. സോ ബിൽ ഗേറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ലെജൻഡറി ഫിഗർ ആയിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജിയിൽ. അതുപോലെ ബിൽ ഗേറ്റും അയാളെ ബഡി പോൾ അലൻ, അതുപോലെ വേറൊരു ഗ്രേറ്റ് പേഴ്സൺ ആയിരുന്നു സ്റ്റീവ് ജോബ്സ്, അതുപോലെ ലാരി പേജ്, സർജി ബ്രിൻ, ജെഫ് ബേസോസ്. ഇവർക്കൊക്കെ ഇമ്മൻസ് ടാലൻറ്റ് ആൻഡ് ഇമ്മൻസ് ആംബിഷൻ ഉള്ളതാണ്. സോ അങ്ങനെയുള്ള ആൾക്കറിയാവുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിൽ പോലെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കേണ്ടത്. So let them come and do business in India and open, all infrastructure facilities for them. So ഇങ്ങനെയുള്ള ആൾക്കാർക്ക് they have to give all type of encouragement to come and invest in India. സോ അതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. പിന്നെ അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഇവരൊക്കെ ഇത്ര വലിയ സക്സസ്ഫുൾ അമേരിക്കയിലാകാൻ പറ്റി, എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ ഈ ഒരു ടെസ്ലയുടെ എലോൺ മസ്ക് ഇന്ത്യയിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ എലോൺ മസ്ക് പോലെ ഒരു വലിയൊരു ഫേമസ് ആയ വ്യക്തിയാകാൻ പറ്റുമായിരുന്നു? ഐ ഡോണ്ട് തിങ്ക് സോ. എലോൺ മസ്കിനെ പോലെ ഒരു ടാലൻ്റ് ആൾ ഇന്ത്യയിലെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാളൊരു എലോൺ മസ്ക് ആവില്ലായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള ഈ സ്കൂളിംഗ് സിസ്റ്റം അതാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. അത് അവരെ വളരെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. അവരെ സ്കിൽസ്, അവരുടെ ടാലൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെ അമേരിക്കയിലുള്ള വെരി വെൽ ഡെവലപ്ഡ് സ്കൂളിംഗ് സിസ്റ്റംസ് ആണ്. പിന്നെ അതുമാത്രമല്ല, അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരെ അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ വളരെ സഹായിച്ചിരുന്നു.
സ്റ്റാർട്ടപ്പ് കമ്പനികളെ. അത് മാത്രമല്ല അവർക്ക് പല പ്രോബ്ലംസ് ഉണ്ട്. ആ സമയത്തും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ സഹായിച്ചിരുന്നു. അതുപോലെ അന്ന് അമേരിക്കയിലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ പോയിട്ട് ഓഫ് ഷോർ ഔട്ട്സോഴ്സിങ് ചെയ്യാനുള്ള സഹായം അവർ ചെയ്തിരുന്നു. ഡു യു തിങ്ക് ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്? ഇന്ത്യയിലുള്ള ടെക്കികളൊക്കെ അമേരിക്കയിൽ പോയി വർക്ക് ചെയ്ത് അവർക്കുള്ള കോസ്റ്റ് അഡ്വാൻറ്റേജ് കമ്പനീസ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ US ലേബർ മാർക്കറ്റ് അവർക്ക് പല ഫേവറബിൾ ആയിട്ടുള്ള ലോസ് കൊണ്ടുവന്നിരുന്നു. ആൻഡ് വേറൊരു സംഗതി എന്ന് വെച്ചാൽ അവർക്ക് അവരെ കമ്പനീനെ പല രാജ്യങ്ങളിലും എക്സ്പാൻഡ് ചെയ്യാനും ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്തിരുന്നു. സോ ഇതൊക്കെയായിരുന്നു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ഇന്ത്യയിലൊന്നും അതുപോലത്തുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് ടാറ്റ കൺസൾട്ടൻസി. ആ സമയത്ത് ടാറ്റ കൺസൾട്ടൻസി ആയിരുന്നു ഇതിൻ്റെ ബെൽവെദർ. ടാറ്റ കൺസൾട്ടൻസിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ടായിരുന്നു ഈ വിപ്രോവും ഇൻഫോസിസൊക്കെ പിന്നെ വന്നിരുന്നത്. സോ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ഒരു 50 കൊല്ലത്തിന് മുന്നേ, ഇഫ് യു ലുക്ക് ബിഹൈൻഡ് വെൻ ബാക്ക് 50 years ബാക്ക്, 30 കൺട്രി ടോപ്പ് കൺട്രീസ് റിച്ച് കൺട്രികളും 30 കൺട്രി ബോട്ടമിലുള്ള 30 കൺട്രി എടുക്കാന്ന് വെച്ചാൽ, അന്ന് ബോട്ടമിലുള്ള 30 കൺട്രിയിൽ ബോട്ടം വന്ന കൺട്രി ആയിരുന്നു സൗത്ത് കൊറിയയും സിംഗപ്പൂറൊക്കെ. പക്ഷേ ഇന്ന് സൗത്ത് കൊറിയയും സിംഗപ്പൂറൊക്കെ ടോപ്പ് 30 റിച്ചസ്റ്റ് കൺട്രിയിലേക്ക് മാറിക്കഴിഞ്ഞു. സോ മോസ്റ്റ് ഓഫ് ദി ബോട്ടം ലെവൽ വരുന്ന കൺട്രി എന്ന് വെച്ചാൽ നമ്മുടെ ഈ സബ് സഹാറൻ ആഫ്രിക്കൻ കൺട്രീസ് ആയിരുന്നു. പിന്നെ വരുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഹെയ്ത്തി, നേപ്പാൾ ആൻഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഇന്ത്യ ഓൾസോ. സോ അപ്പോഴൊന്നും ആൾക്കാർ പറയുന്നത് ഇന്ത്യയിൽ വന്നാൽ ഈ മലേറിയ, ബ്ലാക്ക് മാജിക്, പിന്നെ സ്നേക്ക് ചാമേഴ്സ്, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ വരുന്നത് ലോട്ട് ഓഫ് ഡിസീസസ്, ഇതൊക്കെയായിരുന്നു ആ കൺട്രികളെ പിന്നോട്ട് നയിച്ചതെന്ന് പറയും. ആഫ്രിക്കയിൽ മെയിൻലി വിച്ച് ക്രാഫ്റ്റ്, മാജിക്, അത് ഇന്ത്യയിലും ഇന്നും ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിലും ഇപ്പോഴും അസ്ട്രോളജിയും ആൾക്കാർ, ഇവിടെ ഒരു ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളും പിന്നെ അയാളെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും അസ്ട്രോളജറെ പോയി അവൻ കുറിച്ച് തരുന്ന സമയത്ത് മാത്രമേ കല്യാണം. ഇന്ന് സയൻസിന് they know what is happening in Mars, they know what is happening in Sun, or they know what is happening in most of the other planets. സോ എന്നാലും നമ്മളെ ആൾക്കാർ ഇവരുടെയൊക്കെ പോയി ഇവരുടെ കുറിപ്പിൽ എഴുതിയിട്ടാണ് കല്യാണം ചെയ്യുന്നതും. അല്ലെങ്കിൽ എന്താ പറയുക, ദർ ആർ സോ മെനി അതർ അന്ധവിശ്വാസങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഇവിടെ ഇപ്പം കേരളത്തിൽ മുഴുവൻ ആൾ ദൈവങ്ങളും അവരെ വിളിക്കുന്നത് വെച്ചാൽ ജയ് ഗുരുദേവ് അല്ലെങ്കിൽ ജയ് മാതാജി എന്ന് വിളിക്കുന്നത്. പണ്ട് ഹിറ്റ്ലർ വിളിച്ചിരുന്നു ജയ് ഹിറ്റ്ലർ എന്ന് വിളിക്കാൻ പറഞ്ഞു, ഹിറ്റ്ലർ ദ ഗ്രേറ്റ്, ജയ് ഹിറ്റ്ലർ എന്ന് വിളിക്കാൻ പറഞ്ഞു. സോ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ. സോ എനിവേ വേറെ കാര്യം പറഞ്ഞു എന്തുകൊണ്ട് പിന്നെ അതേസമയത്ത് ചൈന ഇത്ര വലിയ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ, ചൈനയുടെ വർക്ക് എത്തിക്സ് ആയിരുന്നു വൈൽഡ്ലി ചേഞ്ച്. ചൈനീസ് വർക്ക് എത്തിക്സ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അതാണ് ഈ സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്വാൻ ഇതുപോലുള്ള കൺട്രികളും ചൈനയുടെ വർക്ക് എത്തിക്സ് ആയിരുന്നു ഫോളോ ചെയ്തത്. അതുകൊണ്ടായിരുന്നു ഇന്ത്യയും ചൈനയും മാനുഫാക്ചറിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഇന്ത്യൻ്റെ വർക്കേഴ്സിൻ്റെ വർക്ക് എത്തിക്സും ചൈനീസ് വർക്കേഴ്സിൻ്റെ വർക്ക് എത്തിക്സും ഡിഫറെൻ്റാണ്. നിങ്ങളൊരു ചൈനക്കാരൻ പണിയെടുക്കുന്ന പോലെ ഇന്ത്യക്കാരനെ പണിയെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സോ ജസ്റ്റ് ഇമാജിൻ, ചൈനക്കാരൻ കൃത്യസമയത്ത് വരും, കൃത്യസമയത്ത് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഇന്ത്യയിലെ വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. സോ ദാറ്റ് ഈസ് സംതിങ് വി ഹാവ് ടു ചേഞ്ച്. പിന്നെ അതുപോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ വരുമെങ്കിൽ, മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ജസ്റ്റ് ഇമാജിൻ, മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഇന്നിപ്പോൾ സൗദി അറേബ്യയും കുവൈത്തും UAE എടുക്കാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് റിച്ച് കൺട്രീസിൻ്റെ അതേ ലെവലിൽ തന്നെ ഇൻകമുള്ള കൺട്രികളാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ദേ ഹാവ് an oil. So tomorrow oil price drop, these countries will also go back on the camel. സോ മറ്റുള്ള അതേ സമയത്ത് ഞാൻ എക്സാമ്പിൾ വരിക, ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ തന്നെയാണ് ഈജിപ്തും ജോർദാനും സിറിയയും ഇതുപോലുള്ള ഒരു ക്ലസ്റ്റർ ഓഫ് കൺട്രീസ് ഉണ്ട്. അവർക്കൊക്കെ ദർ ഈസ് നോ ഓയിൽ ആൻഡ് ദേ ഹാവ് വെരി ലിറ്റിൽ ഓയിൽ ആൻഡ് ദർ എക്കണോമിക് സിറ്റുവേഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് ഗോട്ടിമാല ആൻഡ് പെറുണ്ട്. അതേ എക്കണോമിക് സിറ്റുവേഷൻ അവിടെയും ഉള്ളൂ. വിതൗട്ട് ഓയിൽ മിഡിൽ ഈസ്റ്റിലെ കൺട്രീസ് എന്തായിരിക്കും? ദേ വിൽ ബി പൂർ ആസ് അർജൻറ്റീന ഒരു കാലത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കണം, അർജൻറ്റീന 1920 വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നു. പക്ഷേ സഡൻലി ദേ ഫോൾ. സിമിലർലി സോവിയറ്റ് യൂണിയൻ എടുക്കാൻ, സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയുന്നത് 1930 to 1970s ആയിരുന്നു. 1970s സോവിയറ്റ് യൂണിയൻ കൊലാപ്സ്. സോ സോവിയറ്റ് യൂണിയനെ ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, സോവിയറ്റ് യൂണിയൻ ഇന്നോവേഷൻസ് വളരെ കുറവായിരുന്നു. 1930s 1970s അവർക്ക് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ ഉണ്ടായിരുന്നത്. അവർ ഏറ്റവും വലിയ ഇന്നോവേഷൻ വെച്ചാൽ എയറോസ്പേസ് ടെക്നോളജി, മിലിറ്ററി ആയിരുന്നു. അവരതുകൊണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഡോഗ്, അതിൻ്റെ പേര് ലൈക്കാന്ന് തോന്നുന്നൊരു നായന ആദ്യമായിട്ട് സ്പേസിൽ അയച്ച സോവിയറ്റ് റഷ്യ ആയിരുന്നു. അതുപോലെ ഫസ്റ്റ് മാൻ ഇൻ സ്പേസ് യൂറി ഗഗാറിൻ,
അവരും സോവിയറ്റ് റഷ്യയാണ് അയച്ചത്. സോവിയറ്റ് റഷ്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ എന്നോട് പറയുന്നത് അവർക്ക് കമ്മ്യൂണിസവും അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റിൽ അയച്ച് നയിക്കാന്നുള്ള നായികയൊന്നുമില്ല. ഞാൻ പറയുന്നത് സോവിയറ്റ് റഷ്യൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ AK-47 റൈഫിൾസ് ആയിരുന്നു. ഇന്ന് ലോകത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ ബോംബെയിലൊക്കെ ഉപയോഗിച്ചത് AK-47 റൈഫിൾസ് ആയിരുന്നു. So that's what I want to say today. Thank you very much for viewing my channel. I have a humble request for you to subscribe my channel.